ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചന പഠനത്തിനായി നമുക്ക് ദൈവം ഒരു ദിവസം കൂടി അനുവദിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 18-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. കൂടുതലായും ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ക്രിസ്തീയ വിവാഹ വേളയിലാണ് നാം കേൾക്കാറുള്ളത്. എന്നാൽ ഇത് ക്രിസ്തീയ വിവാഹ വേളയിൽ മാത്രം പ്രസംഗിക്കേണ്ട, കേൾപ്പിക്കേണ്ടതായ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും വിവാഹിതരായി കഴിഞ്ഞാലും വിവാഹത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആളുകളും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതും തയ്യാറെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു മേഖലയും അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യവുമാണ് നമ്മളിവിടെ വായിച്ചതായിട്ടുള്ള കാര്യം എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ ഭാര്യമാരോട് പറയുകയാണ്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഈ കീഴടങ്ങുക എന്ന് കേട്ടാൽ തന്നെ അത് ഒരു മോശം വാക്ക്, അതല്ല എങ്കിൽ അത് സ്വീകരിക്കാൻ പ്രയാസമുള്ളതായ ഒരു കാര്യം, അല്ല എങ്കിൽ ആളുകൾക്ക് വെറുപ്പുളവാക്കുന്ന ഒരു വാക്യം എന്നുള്ള നിലയിലൊക്കെയാണ് പൊതുവെ ഈ കീഴടങ്ങുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും ഒക്കെ സംസ്കാരത്തിൽ കീഴടങ്ങിയും കീഴടക്കിയും, പ്രത്യേകിച്ച് കീഴടക്കി ഇതിന്റെ ഫലമായിട്ട് കീഴടങ്ങി ജീവിക്കുന്നതായ ഒരു സാംസ്കാരികമായ സംവിധാനം നിലനിന്നിരുന്നതുകൊണ്ട് അതിനെതിരെ പോരാടി സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരു പശ്ചാത്തലം നമുക്കുണ്ടായിരിക്കുന്നതുകൊണ്ടും ഈ കീഴടങ്ങ് എന്ന് പറയുന്നത് അനേകർക്കും ഒരു വെറുപ്പുളവാക്കുന്ന ഒരു വാക്കായിട്ടാണ് ഇന്ന് സമൂഹത്തിലിരിക്കുന്നത്. ഈ കീഴടങ്ങുന്നയാൾ അവര് സമൂഹത്തിൽ എന്തെങ്കിലും മോശക്കാരായിട്ടുള്ള ആളുകളാണ്, മോശമാണ് എന്നുള്ള നിലയിൽ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു പദമല്ല. കീഴടങ്ങുക എന്ന് പറയുന്നത് ആത്മീകവും ദൈവികവുമായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കീഴടങ്ങുക എന്ന് പറയുന്നത് ഇവിടെ ഭാര്യമാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ തന്നെയും കീഴടങ്ങുക എന്ന് പറയുന്നത് അത് ദൈവത്വത്തിൽ ഉള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്. പൗലോസ് എഴുതിയ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ, എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ദൈവത്വത്തിൽ, ത്രിത്വത്തിൽ അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് ദൈവികമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉള്ളതായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കീഴടങ്ങാൻ ആവശ്യമില്ലാത്തതായ ആരും യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എല്ലാ കീഴടങ്ങലും ദൈവിക കൽപ്പനകൾക്ക് വിധേയമായിരിക്കണം എന്നുള്ളത് അതിൽ പ്രാധാന്യമർഹിക്കുന്ന കാര്യവുമാണ്. നമുക്കറിയാം, പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ ഭരണാധികാരികൾക്കും ഭരണഘടനയ്ക്കും കീഴടങ്ങി ജീവിക്കുന്നവരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അധികാരം നമുക്കിവിടെ ഓരോരുത്തരുടെയും മേലുണ്ട്. അവിടെ നമ്മൾ കീഴടങ്ങുന്നവരാണ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ
അവിടുത്തെ ഉടമസ്ഥന് അല്ലെങ്കിൽ കമ്പനിക്ക് നാം കീഴടങ്ങി ജീവിക്കുന്നവരാണ്. ഒരു സഭയിൽ വിശ്വാസികൾ മൂപ്പന്മാർക്ക് കീഴടങ്ങി ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ എല്ലാവരും അന്യോന്യം കീഴടങ്ങി ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ സഭയ്ക്ക് കീഴടങ്ങാൻ കഴിയാത്തതായിട്ടുള്ള, ആവശ്യമില്ലാത്തതായിട്ടുള്ള ആരും ദൈവസഭയിലും ഇല്ല, മൂപ്പന്മാർ ഉൾപ്പെടെ, ശുശ്രൂഷകന്മാർ ഉൾപ്പെടെ എന്നുള്ളത് നമുക്ക് വചനം പരിശോധിച്ചാൽ കാണുവാനായിട്ട് സാധിക്കും. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന എന്തോ ഒരു അരുതാത്ത ആധിപത്യം എന്നുള്ള നിലയിലല്ല ഇത് ഇരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങും എന്നാണ് പ്രമാണം. എന്താണ് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുക? അതായത് കർത്താവിന് പ്രസാദകരമായ നിലയിൽ, കർത്താവിന് യോഗ്യമായിട്ടുള്ള നിലയിൽ കീഴടങ്ങുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് യോഗ്യമായി കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിന്റെ മുമ്പിൽ കർത്താവ് വെച്ചിരിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നതിൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രമാണങ്ങൾ എന്തൊക്കെയാണോ ആ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമായി എല്ലാവരും കീഴടങ്ങുക എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതിനെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിന് ഉചിതമാകും വണ്ണം കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക എന്നുള്ളതാണ് അതിനകത്ത് ഒരാശയം. അപ്പോൾ കർത്താവിന് എങ്ങനെയാണോ ഒരു മനുഷ്യൻ ദൈവത്തിന് എങ്ങനെയാണോ കീഴടങ്ങുന്നത്, ദൈവത്തിന് കീഴടങ്ങുന്ന അതേ മനോഭാവത്തിൽ ആയിരിക്കണം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങേണ്ടത്. അതാണ് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ 5:24 വാക്യം എഫേസ്യർക്ക് എഴുതിയ ലേഖനം. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ചില കാര്യങ്ങളിൽ കീഴടങ്ങിയിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് സകലത്തിലും അവർ കീഴടങ്ങിയിരിക്കണം എന്നുള്ളതാണ് പ്രമാണം. സകലത്തിലും കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനെന്ന പോലെ കർത്താവിന് ഉചിതമാവും വണ്ണം അവർ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ അത് ശീലിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അവിടെ സഭയിലെ വൃദ്ധമാരായിട്ടുള്ള ആളുകളോട് ഉള്ള പ്രബോധനം അവിടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നത്, വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിനും അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുക. അപ്പോൾ ഇവിടെ യൗവനക്കാരത്തികളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ യൗവനക്കാരത്തികളെ, പെൺകുട്ടികളെ എങ്ങനെയൊക്കെ ശീലിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ അവരുടെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാതിവൃത്യമുള്ളവര്, വീട്ടുകാരും നോക്കുന്നവര്, ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവര്, 3 കാര്യങ്ങൾ അവിടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പെൺകുട്ടികളെ ശീലിപ്പിച്ച് കുടുംബത്തിലും അതുപോലെ തന്നെ സഭയിലും ഇത് ശീലിപ്പിച്ച് കൊണ്ടുവരേണ്ടത്, വളർത്തേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്കറിയാം. അത് ഒരു വിശ്വാസ ഭവനത്തിൽ, ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ വളരുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കും അതുപോലെ തന്നെ കുടുംബത്തിലും ഒക്കെ ആ ഒരു വലിയ പങ്ക് വഹിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ശീലിപ്പിച്ചില്ലെങ്കിൽ ആ ഒരു ശീലം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, യഥാർത്ഥത്തിൽ യേശുവിനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഭാര്യ, സ്ത്രീ കർത്താവായി സ്വീകരിക്കുമ്പോൾ
യേശുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും ഞാൻ വിധേയപ്പെട്ടുകൊള്ളാം, എല്ലാറ്റിലും ഞാൻ അനുസരിച്ചു കൊള്ളാം എന്നുള്ള ഒരു തീരുമാനമാണ് തൻ്റെ ജീവിതത്തിൽ എടുക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ എടുക്കുന്നതായിട്ടുള്ള തീരുമാനം അത് ജീവിതാന്ത്യം വരെ പുലർത്തേണ്ടതാണ്. ആ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും ഉൾപ്പെടുന്നു. അതിനകത്ത് ഒരു കുടുംബത്തിൽ ഞാൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്, ഒരു ഭർത്താവിൻ്റെ മുമ്പാകെ ഞാൻ എങ്ങനെയാണോ ജീവിക്കേണ്ടത്, അത് അങ്ങനെ തന്നെ ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനവും ഈ കർത്താവിനെ വിധേയപ്പെടുത്തുന്നതിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നതായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മുടെ ആത്മീക ജീവിതവുമായിട്ട് വേർതിരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരു സ്ത്രീ വളരെ ഭക്തയാണ്, ദൈവത്തെ അനുസരിക്കുന്നവളാണ്, ദൈവത്തോട് സ്നേഹമുള്ള ആളാണ് എന്നൊക്കെ പറയുകയും എന്നാൽ സ്വന്തം ഭർത്താവിന് വിധേയപ്പെടുവാനോ കീഴടങ്ങുവാനോ തയ്യാറില്ലാത്ത ആളുമാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയ പോരായ്മയുണ്ട്. കാരണം ദൈവഭക്തിയുടെ, ഒരു സ്ത്രീയുടെ, ഒരു ഭാര്യയുടെ ദൈവഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ തെളിവ് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങൾ മിക്കവാറും കുടുംബത്തോടനുബന്ധിച്ച് ആയിരിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിലെ അവരുടെ നിലപാടുകളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ പെരുമാറ്റത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്നാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം നാം പഠിച്ചപ്പോൾ അവിടെ നാം പഠിക്കുകയുണ്ടായത്. നമുക്കറിയാമല്ലോ, ക്രിസ്തു സഭയ്ക്ക് തലയാണ്. സഭയ്ക്ക് തലയാണ് എന്ന് പറയുമ്പോൾ സഭ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള, സഭ ജീവിക്കേണ്ടതായിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും വരുന്നത് ക്രിസ്തു എന്ന ആ തലയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭാര്യയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെയും വരുന്നത് ഭർത്താവിൻ്റെ അടുക്കൽ നിന്നാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദിയിൽ പാപത്തിന് മുമ്പ് ഇങ്ങനെയൊരു അവസ്ഥയല്ല ഉണ്ടായിരുന്നത്. എന്നാൽ പാപത്തിൽ മനുഷ്യൻ അകപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യനും അതുപോലെ, അതായത് ആദത്തിനും ഹവ്വായ്ക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു തലത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ദൈവം അവരെ നടത്തുകയാണ് ചെയ്യുന്നത്. അവിടെ സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. അങ്ങനെ അവൻ നിന്നെ ഭരിക്കും എന്നുള്ളത് ഒരു ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ആ ഭരണത്തിന് വിധേയപ്പെടുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ കടമയുമാണ്. അത് വീട്ടിൽ മാത്രമല്ല, സഭയിലും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. തിമോത്തിയോസിന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ സ്ത്രീ മൗനമായിരുന്ന് പൂർണ്ണാനുസരണത്തോടെ കൂടെ പഠിക്കട്ടെ, മൗനമായിരിക്കാൻ അല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹൗവ. ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അപ്പോൾ അവിടെയും സഭയിലും ഉപദേശിക്കുവാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഇന്ന് മിക്കവാറും സുവിശേഷ വിഹിത സഭകളിൽ അങ്ങനെ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഉപദേശിക്കാനോ ഒന്നും സ്ത്രീകൾ നിൽക്കാറില്ല. അത് ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് അറിയാം. എന്നാൽ അങ്ങനെ ഒരു സഭയിൽ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായ സഹോദരിമാർ പോലും പലപ്പോഴും തങ്ങളുടെ ഭവനത്തിൽ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം, വിധേയപ്പെടണം എന്നുള്ളതായിട്ടുള്ള കൽപ്പന പാലിക്കുവാനായിട്ട് കൂട്ടാക്കാത്തവരും ആ കൽപ്പന ഒരുപക്ഷെ പലപ്പോഴും നിയന്ത്രണമില്ലാതെ ലംഘിക്കുന്നവരുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മേഖലയിൽ ദൈവം ഒരു കുടുംബത്തിൽ ഇടപെടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിൽ ദൈവം ഇടപെട്ട് അവിടെ ഒരു ആത്മീകമായിട്ടുള്ള പ്രയോജനം ഒക്കെ ഒരു കുടുംബത്തിൽ വരണമെങ്കിൽ അതിന് ദൈവകൽപ്പനകളുടെ, ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന, ദൈവം രൂപപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായിട്ടുള്ള വിധത്തിൽ ഒരു കുടുംബം പോകേണ്ടത് ആവശ്യമാണ്.
നമുക്കറിയാമല്ലോ, നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിന്റെ സൃഷ്ടിയിൽ ദൈവം തലയിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്നതായിട്ടുള്ള വേദനയോ മുറിവോ അങ്ങനെയുള്ള സകലമായ കാര്യങ്ങളും അതിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള നിർദ്ദേശങ്ങൾ എപ്പോഴും തലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇനി തലയിൽ നിന്നുള്ളതായ ഒരു നിർദ്ദേശങ്ങളെ ഞാൻ സ്വീകരിക്കുകയില്ല എന്നൊരു ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം തീരുമാനിച്ചാൽ അതിന്റെ അർത്ഥം ആ അവയവം ആ ശരീരത്തിനോട് സഹകരിക്കുന്നില്ല എന്നും ഒരിക്കലും അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ദൈവത്തിന്റെ ഡിസൈനിൽ, ഒരു കുടുംബത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ഡിസൈനിൽ ഉൾപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം എന്നുള്ളത്. എന്നാൽ ഇവിടെ വചനത്തിൽ ഒരിടത്തും ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ നിന്നെ ഭരിക്കും എന്നുള്ളത് ഒഴിച്ചാൽ, അതും അവിടെ നിർബന്ധപൂർവം എന്നുള്ള നിലയിലല്ല, അത് സ്വാഭാവികമായിട്ട് വരുന്നു എന്നുള്ള നിലയിൽ മാത്രമാണ്. എന്നാൽ മറ്റൊരിടത്തും ഭർത്താക്കന്മാർ ഭാര്യമാരെ കീഴ്പ്പെടുത്തണം എന്നുള്ളതായ ഒരു കൽപ്പനയും ഇല്ല, അങ്ങനെ ഒരു വാക്യവും ഇല്ല എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ സഭയിലും സഹോദരന്മാർ അന്യോന്യം കീഴടങ്ങിയിരിക്കും, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ കീഴ്പ്പെടുത്തണം എന്നുള്ള പ്രമാണം അവിടെയുമില്ല. അതുപോലെ തന്നെ മൂപ്പന്മാർക്ക്, ഇടയന്മാർക്ക്, വിശ്വാസികൾ കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ കീഴടക്കണം എന്നുള്ളതായിട്ടുള്ള പ്രമാണമില്ല. അപ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു ദൈവിക പരിപാടിയാണ്. കീഴടങ്ങണം എന്ന കൽപ്പന സമൂഹത്തിൽ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ അത് ഒരു നിയമത്തിന്റെയോ ഭീഷണിയുടെയോ ബലപ്രയോഗത്തിലൂടെയോ അല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കീഴടങ്ങിയില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഭരണഘടനയ്ക്ക് നാം വിധേയപ്പെടാൻ തയ്യാറാവാതിരുന്നാൽ അതിന് ശിക്ഷയുണ്ട്, അതിന് നാം ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ മേലുദ്യോഗസ്ഥന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നതിന് പലപ്പോഴും നമുക്ക് സമ്മതമാണ്. അപ്പോൾ ഉദ്യോഗ സ്ഥലത്തും അല്ലെങ്കിൽ ജോലി സ്ഥലത്തും രാജ്യത്തിന്റെ പൗരന്മാർ എന്നുള്ള നിലയിലും രാജ്യത്തിന്റെ പ്രമാണങ്ങൾക്കും കീഴടങ്ങിയിരിക്കുവാൻ മനുഷ്യന് പൊതുവെ വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഭവനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവ കൽപ്പനകളെ അത്ര ഗൗരവത്തോടെ എടുക്കാത്ത ഒരവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് ജോലിക്ക് പുറത്ത് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നതായിട്ടുള്ള സ്ത്രീകൾ, അവര് ഏത് പ്രശ്നത്തിനും എന്ത് പ്രശ്നം ഉണ്ടായാലും അവരവരുടെ മേലധികാരികൾക്ക് വിധേയപ്പെട്ടിരിക്കും. എന്നാൽ അവര് ഭവനത്തിൽ ഭർത്താവിന് വിധേയപ്പെട്ടിരിക്കുകയില്ല എന്നുള്ളതും നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിധേയപ്പെടുത്തുക എന്ന് പറയുന്നതായിട്ടൊരു പരിപാടി ബൈബിളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കണം എന്നുള്ള നിർദ്ദേശവും അത് ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമാണ്. നമുക്കറിയാമല്ലോ, സൗമ്യത അല്ലെങ്കിൽ താഴ്മയുള്ള ആളുകൾക്കാണ് അവരുടെ മേൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വത്തിലുള്ള ആളുകൾക്ക് കീഴടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ താഴ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത് അത് ദൈവം അവരിൽ പ്രവർത്തിച്ച്, ദൈവാത്മാവ് അവരിൽ പ്രവർത്തിച്ച് അവരിൽ വരുന്നതായിട്ടുള്ള ഒരു സ്വഭാവത്തിന്റെ മാറ്റമാണ്. നമുക്ക് ഇവിടെ കുടുംബത്തിൽ മാത്രമല്ല, സഭയിലാണെങ്കിലും ഇനി രാജ്യത്തിന്റെ പൗരന്മാർ എന്നുള്ള നിലയിലാണെങ്കിലും അധികാരികൾക്ക് വിധേയപ്പെടുവാനും അധികാരത്തിലുള്ളവരെ ബഹുമാനിക്കുവാനും നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ദൈവത്തോടും ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളോടുമുള്ള നമ്മളുടെ വിധേയത്വം, ആ വിധേയത്വം എന്ന് പറയുന്നത് വളരെ ഉപരിപ്ലവമായ ആഴമില്ലാത്ത ഒരു കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവമക്കൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും പ്രയാസമുള്ളതായിട്ടുള്ള കാര്യമല്ല. കാരണം അതവർക്ക് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഒരു ആത്മീകമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നാം ഓർക്കണം. പിന്നെ പൊതുവെ വിവാഹ വേളകളിലൊക്കെ സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നിടത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം,
ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ, അതിനെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. വചനത്തിൽ അതിനെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാൽ ഭാര്യ കീഴടങ്ങിയിരിക്കും എന്നുള്ളതായ ഒരു പഠിപ്പിക്കലാണ്. പ്രിയമുള്ളവരെ, ഈ രണ്ട് കൽപ്പനകളും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ദൈവവചനം ഒരിടത്തും അനുവദിക്കുന്നില്ല. വചനത്തിൽ അങ്ങനെ ഒരു സൂചന പോലുമില്ല. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, എന്നാൽ അവർ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കും. അവർ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, കരുതുന്നില്ല എന്നൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കൽപ്പനകളെ തമ്മിൽ അന്യോന്യം ബന്ധിപ്പിച്ച് സംസാരിക്കുന്നത് കൊണ്ട് പലപ്പോഴും അങ്ങനെ കീഴടങ്ങിയിരിക്കുന്നതിന്, അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരിക്കാതിരിക്കുന്നതിന് ഒരു ന്യായം പലപ്പോഴും പറയാറുള്ളത്, ഭർത്താക്കന്മാർ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ കരുതുന്നില്ല, പോറ്റുന്നില്ല, പുലർത്തുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കാതിരിക്കുന്നതിന് അവരുന്നയിക്കുന്നതായിട്ടുള്ള ഒരു ന്യായം, എൻ്റെ ഭാര്യ എനിക്ക് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ സന്ദേശങ്ങൾ വചനപരമായിട്ടുള്ളൊരു സന്ദേശമല്ല. ഈ രണ്ട് കൽപ്പനകളും അന്യോന്യം ബന്ധപ്പെടുത്തി ചിന്തിക്കാവുന്നതായിട്ടുള്ള കാര്യവുമല്ല. നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുകയും നിന്നെ ബഹുമാനിക്കുകയും നിന്നെ പോറ്റി പുലർത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നീ അവനെ കീഴടങ്ങിയിരിക്കണം എന്നുള്ളതായ വാക്യമൊന്നും നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നതല്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഒരിക്കലും പാടില്ലാത്തതാണ്. പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, അതിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അപ്പോൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പൊ എന്താണ് ആ അലങ്കാരം എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നതായ സ്ത്രീകൾ, വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അപ്പോൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാൻ കഴിയണമെങ്കിൽ അവരിൽ ചില അലങ്കാരങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് ചില ബാഹ്യമല്ലാത്ത ആന്തരികമായിട്ടുള്ള അലങ്കാരങ്ങൾ അവർക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണ് ആ അലങ്കാരം എന്ന് ചോദിച്ചാൽ, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അപ്പോൾ സൗമ്യതയും സാവധാനതയും ഉള്ളതായ അങ്ങനെയുള്ള അക്ഷയഭൂഷണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ക്ഷയിക്കാത്തതായ ആഭരണം. സൗമ്യതയും സാവധാനതയും എന്ന് പറയുന്ന ഉള്ളതായ ഒരു മനസ്സ് എന്ന് പറയുന്ന ക്ഷയിക്കാത്തതായിട്ടുള്ള ഒരു ആഭരണം, ഹൃദയത്തിന്റെ അങ്ങനെയുള്ള ആഭരണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ, അവരുടെ ആന്തരികമായിട്ടുള്ള അവരുടെ മനോഭാവത്തെയാണ് അത് കാണിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതായിരുന്നു. അങ്ങനെയുള്ളതായ ഒരു അലങ്കാരം ഉണ്ടായിരുന്ന ആളുകളാണ് തങ്ങളെ തന്നെ ഈ അലങ്കാരത്താൽ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ വിലയേറിയത് എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് വചനത്തിൽ വളരെ അപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അതിലൊന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തെ കുറിച്ചാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും വിലയേറിയത്, ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു സഹോദരിയുടെ, ഒരു ദൈവ പൈതലിന്റെ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതായിട്ടുള്ള വിശുദ്ധ സ്ത്രീകൾ അവർ ദൈവസന്നിധിയിൽ വിലയേറിയവരാണ്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അവരുടെ സൗമ്യതയും സാവധാനതയുമായുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. അങ്ങനെയുള്ള ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കുക. അതായത് അതിന്റെ ചുരുക്കം എന്താണ് എന്ന് വെച്ചാൽ,
ദൈവത്തിന് കീഴടങ്ങുന്ന നിലയിലുള്ളതായ ഒരു ആന്തരിക മനുഷ്യൻ അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഒരു മനുഷ്യന് ഉള്ളതായ സ്ത്രീകൾക്ക് മാത്രമേ അവരുടെ ഭർത്താക്കന്മാർക്ക് യോഗ്യമായിട്ടുള്ള നിലയിൽ കീഴടങ്ങിയിരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നില്ല എങ്കിൽ അവർ കർത്താവിന് കീഴടങ്ങിയിട്ടില്ല, അവരൊരിക്കലും സഭയ്ക്ക് കീഴടങ്ങിയിട്ടില്ല. അവർക്ക് ദൈവം ആഗ്രഹിക്കുന്ന ദൈവസന്നിധിയിൽ വിലയേറിയതായ ഒരു ആന്തരികമായിട്ടുള്ള ദൈവം മാനിക്കുന്നതായ ഒരു ഭൂഷണം, അക്ഷയഭൂഷണം അല്ലെങ്കിൽ അലങ്കാരം അവർക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചും അവരുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തോടുള്ള അവരുടെ അർപ്പണ മനോഭാവവും അനുസരണ മനോഭാവവും എല്ലാം വെളിപ്പെടുന്നതായിട്ടുള്ള ഒരു സ്ഥലമാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് വളരെ സന്തുലിതമായ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ തരുന്നതായിട്ടുള്ള വചനമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ മക്കളെക്കുറിച്ചും യജമാനന്മാരെ കുറിച്ചും ദാസന്മാരെ കുറിച്ചും ഭരണാധികാരികളെ കുറിച്ചും അതുപോലെ പൗരന്മാരെ കുറിച്ചും ഓരോരുത്തർക്കും ദൈവം അവരുടേതായിട്ടുള്ള നിലയിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കുവാനായിട്ട് പാടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പ്രത്യേകമായിട്ടുള്ള താല്പര്യമോ മറ്റൊരു വിഭാഗത്തോട് പ്രത്യേകമായ താല്പര്യക്കുറവോ നമുക്ക് ഈ മേഖലകളിൽ ഒന്നും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നതല്ല. പിന്നെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മറ്റൊരു കാര്യം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാവുന്നു. അവിടെ ഒരു ബഹുമാനം എന്നുള്ള കാര്യമാണ് അവിടെ ഭയപ്പെടുക എന്ന് പറയുന്നത് കൊണ്ട് ഏതെങ്കിലും ആളുകളെ നമ്മളോട് ക്രൂരത ചെയ്യാൻ വരുന്നതായിട്ടുള്ള ആളുകളെ ഭയപ്പെടുന്ന ഒരു ഭയപ്പെടൽ എന്നുള്ളതല്ല, മറിച്ച് ബഹുമാനം കൊടുത്തുകൊണ്ട് അവർക്ക് വിധേയപ്പെട്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഭർത്താക്കന്മാരോട് ദൈവവചനം കൽപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കുവാനായിട്ടുള്ള സമയം ഇവിടെ കുറവാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നാം ചിന്തിച്ച കാര്യങ്ങളെ ഒന്ന് ഒരുമിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെയോ മനുഷ്യ നിർമ്മിതിയോ ആയ ഒരു കൽപ്പനയല്ല. ഏതെങ്കിലും ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉളവാകുന്നതായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം, പല മതങ്ങളിലും പ്രാചീന മതങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ പഴയ സംസ്കാരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള, സ്ത്രീകളെ രണ്ടാം തരക്കാരായി കാണുന്നു എന്നുള്ളതായ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ക്രിസ്തീയതയിൽ അതൊരിക്കലുമല്ല. സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അടുത്ത ദിവസം സ്ത്രീകളെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ അതിലേറെയും ഉത്തരവാദിത്തങ്ങൾ ഭർത്താക്കന്മാർക്കുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് മനുഷ്യനുണ്ടാക്കിയതോ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുന്നതോ ആയ ഒരു കാര്യമല്ല, മറിച്ച് ക്രിസ്തീയ വിവാഹത്തിൽ ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു പൂർണ്ണമായ സംവിധാനമാണ്. ദൈവത്തിന് ഒരു കാര്യത്തിലും തെറ്റുപറ്റുകയില്ല എന്ന് നമുക്കറിയാമല്ലോ. തെറ്റുപറ്റാത്തവനായ ദൈവം കുടുംബത്തെ സംബന്ധിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ കീഴടങ്ങുക എന്ന് പറയുന്നത് അത് എത്രത്തോളമാണ് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ കർത്താവിന് ഉചിതമാകും വണ്ണം, കർത്താവിൽ അനുസരിപ്പിൻ അല്ലെങ്കിൽ കർത്താവിന് ഉചിതമാകും വണ്ണം അനുസരിക്കണം എന്നുള്ളതാണ്, വിധേയപ്പെടണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. ദൈവകൽപ്പനയ്ക്ക് വിരോധമായിട്ട് ഭർത്താവ് പറയുന്നതായിട്ടുള്ള ഒരു കാര്യത്തിനും ഭാര്യമാർ വിധേയപ്പെടേണ്ടതില്ല എന്നുള്ളതും ഈ കർത്താവിൽ ഉചിതമാകും വണ്ണം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ സ്വന്തം ഭർത്താവിന് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിക്കുന്നതിൻ്റെ ഒരു മറ്റൊരു തലമാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയാണ് എന്ന് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ എന്തു പറഞ്ഞാലും
അന്ധമായി അതിനെ കേട്ട് അത് വിശ്വസിക്കുകയും അതിനെല്ലാം വിധേയപ്പെടുകയും ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് നമുക്കറിയാം, സ്ത്രീയെ പുരുഷന് ദൈവം കൊടുത്തത് ഒരു തുണയായിട്ടാണ്. പുരുഷന്മാരുടെ തീരുമാനത്തിൽ തെറ്റുകൾ വരാനായിട്ടുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് ഈ ദേഹിയുടെ വീണ്ടെടുപ്പ് പൂർത്തിയാവാത്തിടത്തോളം കാലം പുരുഷന്മാരിൽ അങ്ങനെയുള്ള തെറ്റുകൾ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഞാൻ വിധേയപ്പെടുന്നു എന്നുള്ള നിലയിൽ തങ്ങളുടെ ഭർത്താക്കന്മാർ തെറ്റായിട്ടുള്ള വഴിയിൽ പോകുന്നു എന്ന് കണ്ടാൽ അത് കണ്ണടച്ച് ഞാൻ വിധേയപ്പെടുകയാണ്, എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു മനോഭാവം ഒരിക്കലും ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകുവാനായിട്ട് പാടില്ല. മറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവകൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ഭർത്താക്കന്മാർക്ക് തുണകൾ എന്നുള്ള അവസ്ഥയിൽ അവര് ഭർത്താക്കന്മാർക്ക് വേണ്ടുന്നതായിട്ടുള്ള ആലോചനകൾ, ദൈവവചനത്തിൽ നിന്നുള്ള ആലോചനകൾ അവർക്ക് കൊടുക്കുവാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ നമുക്കറിയാമല്ലോ, ഒരു സാഹചര്യത്തെയും പൂർണ്ണമായും വിശദീകരിക്കുവാനോ അതിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് തീരുമാനിക്കുവാനോ സ്ത്രീക്കെന്നല്ല പുരുഷനെന്നല്ല ആർക്കും അതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കുകയില്ല. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഉണ്ട്. എന്നാൽ തുടർന്ന് ഭർത്താക്കന്മാര് അവരുടെ തീരുമാനവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതിന് വിധേയപ്പെടുക, അതിനോട് സഹകരിക്കുക. ആ മേഖലയിൽ എന്തെങ്കിലും പരാജയം പിന്നീട് വന്നാൽ ആ പരാജയം പരാതി കൂടാതെ, പിറുപിറുപ്പ് കൂടാതെ ഒരുമിച്ച് സഹിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സാറായെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അബ്രാഹാമും സാറയും അതുപോലെ തന്നെ ഇസ്ഹാക്കും റിബേക്കയും അവരുടെയൊക്കെ ജീവിതത്തിൽ ഭർത്താക്കന്മാരുടെ ജീവനെ പേടിച്ച് അല്ലെങ്കിൽ ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവര് ചില കാര്യങ്ങളൊക്കെ അവരുടെ ഭർത്താക്കന്മാർ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം, അവിടെയൊക്കെ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായി ആ കുടുംബത്തിനൊക്കെ രക്ഷ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഭാര്യ ഭർത്താവിന് വിധേയപ്പെടുമ്പോൾ അവിടെ ദൈവിക കരങ്ങളുടെ ഒരു പ്രവർത്തനവും അനുഗ്രഹവും അവിടെ ഉണ്ടാകും എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് അനേക കുടുംബങ്ങളിലും അന്യോന്യം തർക്കിച്ചും വഴക്കടിച്ചും ഭിന്നതയിൽ ജീവിക്കുന്നു. ഇന്ന് കുടുംബ ബന്ധങ്ങൾ നന്നായി പോകുന്നതിനേക്കാൾ അത് വഷളായി പോകുന്നതാണ് ഏറെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതും ഇവിടെ പ്രസ്താവിക്കുവാൻ യോഗ്യമാണ്. അപ്പോൾ ദൈവം രൂപകൽപ്പന ചെയ്തതായിട്ടുള്ള കുടുംബ സംവിധാനത്തിലാണ് ദൈവത്തെ സ്നേഹിക്കുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഒക്കെയും നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ യഥാർത്ഥത്തിലുള്ള ദൈവകൽപ്പനകളെ അനുസരിക്കുന്ന, ദൈവിക പ്രമാണങ്ങളെ ഉൾക്കൊള്ളുന്ന കുടുംബങ്ങളായി നാം തീരുമ്പോൾ അത് പൊതുവിൽ സഭയുടെ ഒരു നന്മയായിട്ടും തീരും. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.